10ലും 12ലും പഠിക്കുന്ന തന്റെ പുത്രന്മാരെ വിളിച്ച് പിതാവ് പറയുന്നു, നിങ്ങൾ ഡിസ്റ്റിങ്ഷനോടുകൂടി പരീക്ഷ പാസ്സായാൽ ഞാനൊരു മൊബൈൽ ഫോൺ സമ്മാനം തരാമെന്ന്. രണ്ടുപേരും ഡിസ്റ്റിങ്ഷനോടുകൂടി പരീക്ഷ പാസ്സാവുന്നു. ഒരു ഫോൺ മാത്രം വാങ്ങാൻ പ്രാപ്തിയുള്ള പിതാവ് അവരെ വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾ തന്നെ പറ, ഞാൻ ഇത് ആർക്ക് കൊടുക്കണമെന്ന്. ഉചിതമായ തീരുമാനം അച്ഛൻ എടുക്കൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും അച്ഛന് വിടുന്നു. ഏറ്റവും കൂടുതൽ നന്നായി ഇത് ഉപയോഗിക്കുക മൂത്ത പുത്രനായിരിക്കും. അവന് കുറച്ചും കൂടെ ഒരു പക്വതയുണ്ട് ഇത് ഉപയോഗിക്കാൻ എന്ന് മനസ്സിലാക്കി അത് മൂത്ത പുത്രന് കൊടുക്കുന്നു. ഇളയ പുത്രൻ അത് അംഗീകരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയില്ലേ? അടുത്ത വീട്ടിലെ ഒരു കുത്തിത്തിരിപ്പുകാരൻ വികൃത ബുദ്ധി നിരന്തരം ഇളയ മകനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തൊരു ചതിയാണെടാ ഇത്, എന്നാലും ഇങ്ങനെ ചെയ്യാവോ, നിന്റെ അച്ഛൻ നിനക്ക് സത്യം ചെയ്തതല്ലേ, അത് നീ വാങ്ങിച്ചെടുക്കട്ടെ, വഴക്കിട്ട് ഫൈറ്റ് ചെയ്ത് അത് വാങ്ങിച്ചെടുക്കണം, അല്ലെങ്കിൽ നീ എന്തിനാ ജീവിച്ചിരിക്കുന്നേ, പോയി ചത്തൂടെ, ഓടിപ്പൊക്കൂടെ, ഇതുപോലെയുള്ളൊരു കുടുംബത്തിൽ നീ എന്തിനാ തുടരുന്നത്. അവനോട് മാത്രമല്ല നാട്ടിലുള്ള സകലരോടും ഇത് പറഞ്ഞു നടക്കുന്നു. ഇതുപോലെയാണ് ഇപ്പോഴത്തെ ചില മാപ്രകൾ ചെയ്യുന്നത്. ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ മേൽ അധികാരികളാണ്, അല്ലാതെ മാധ്യമങ്ങളല്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു സംസ്കാരമുണ്ട്. അതനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കും, നേതൃത്വം തീരുമാനമെടുക്കും, എന്തൊക്കെ എവിടെയൊക്കെ നടപ്പിലാക്കണമെന്നും ഏതൊക്കെ പ്രവർത്തകർ എങ്ങനെ പ്രവർത്തിക്കണമെന്നും. ആ തീരുമാനത്തോട് ആത്മാർത്ഥമായിട്ട് ഉറച്ചു നിൽക്കുന്ന ഞാൻ, ഇതേവരെ അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള എന്നെ കരി തേച്ച് കാണിക്കാനായിട്ട് ഇവിടുത്തെ ചില മാധ്യമ സ്ഥാപനങ്ങൾ ശ്രമിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അത് മനഃപൂർവ്വം അവര് ചെയ്യുന്നതാണ്. അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള പേടി കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇവർ ഈ മറ്റു പാർട്ടികളെ കവച്ചു വെച്ചുകൊണ്ട് ഉയർച്ചയിലേക്ക് കേരളത്തിൽ എത്തിയാലോ എന്നൊക്കെയുള്ള ഭീതി അവരുടെ മനസ്സിലുണ്ടാവും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പൊതുജനങ്ങൾ ഈ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ഒരു വാർത്തയും വിശ്വസിക്കരുത്. ഞാൻ പറയുകയാണ്, ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഒരിക്കലും എനിക്കൊരു നീരസമോ വിദ്വേഷമോ വിരോധമോ ആരോടും ഇല്ല. ഈ ഒരു കോർപ്പറേഷൻ ഇലക്ഷൻ ജയിച്ചു വന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. തിരുവനന്തപുരം പിടിച്ചെടുത്ത ഈ കോർപ്പറേഷൻ നമ്മളെ BJP-ക്കാര് ആദ്യമായിട്ടൊരു ദുർഭരണവും അഴിമതിയും തുടച്ചു നീക്കിക്കൊണ്ട് മുന്നേറുന്നതിൽ അതീവ സന്തോഷവും ചാരിതാർത്ഥ്യവുമുള്ള വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ നന്മയ്ക്കാണ്, നമ്മുടെ നന്മയ്ക്കാണ്, ദേശത്തിന്റെ ഉന്നമനത്തിനാണ്. അതുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകർ ചുമ്മാ വിവാദം ഉണ്ടാക്കുന്നതൊന്നും നിങ്ങൾ ദയവേത് വിശ്വസിക്കേണ്ട. ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ മേൽ അധികാരികളാണ്, അല്ലാതെ മാധ്യമങ്ങളല്ല.